ഒരു കഷ്ണം ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും സ്വാദേറിയതും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടവുമായിട്ടുള്ള ഒരു വിഭവമാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതെന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. അതിലേക്കായിട്ട് ഞാനൊരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാളൻ പുളിയാണ്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻ പുളി എടുത്ത് അതിലേക്ക് 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ഒന്ന് ചേർത്ത് അതിൻ്റെ നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ മതിയാകും. ഇഞ്ചിയൊന്നും ഫ്രൈ ചെയ്ത് പോകേണ്ട കാര്യമില്ല. നല്ലതുപോലെ ഒന്ന് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. ഇതുപോലെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഈ സമയത്ത് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ജ്യൂസ് കരടില്ലാതെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക. ശർക്കര കരടുള്ളതാണെങ്കിൽ അതൊന്ന് ഉരുക്കി അരിച്ചതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. തിളച്ച് വരുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂണിലും കുറച്ച് കൂടുതൽ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ശർക്കരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും. ഇനി കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. എത്രത്തോളം കുറുകി കിട്ടുന്നോ അത്രത്തോളം ഇതിന് സ്വാദ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകിക്കോളും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇതുപോലെ നല്ല തിക്കായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്